അമ്മ സംഘടനയുടെ തെരഞ്ഞെടുപ്പിന് ശേഷം ഞാനൊരു കത്ത് നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും പുതിയ ഭാരവാഹികൾക്കും അയച്ചിരുന്നു. ആ കത്തിലെ പ്രധാന ആവശ്യമെന്ന് പറയുന്നത് അമ്മയിലെ സ്ത്രീ സംവരണം, അതായത് ഒരു 30% 40% സ്ത്രീകൾക്ക് വേണ്ടി സംവരണം ചെയ്യണമെന്നുണ്ട്. അത് കൃത്യമായി ഇന്ന സീറ്റുകൾ സ്ത്രീകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയും ആ സീറ്റുകളിൽ സ്ത്രീകൾ മാത്രം മത്സരിക്കുകയും അവിടെ പുരുഷന്മാർ മത്സരിക്കാതിരുന്ന ശേഷം അവിടെ ഇപ്പം 4 സീറ്റാണ് ഉള്ളതെങ്കിൽ 4-ൽ കൂടുതൽ ആളുകൾ വന്നെങ്കിൽ മാത്രം ഒരു തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമുള്ളൂ എന്നുള്ള രീതിയിൽ ക്രമപ്പെടുത്തണമെന്നാണ് ഞാൻ ഇന്നലത്തെ കത്തിലൂടെ ആവശ്യപ്പെട്ടത്. അതിന്റെ ഒപ്പം ഞാനിതൊരു പരാതിയായിട്ട് പരിഗണിക്കേണ്ടതില്ലെന്നും ഇതൊരു പരിഭവമല്ലെന്നും പറഞ്ഞ ഒരു കാര്യം, ഈ സംവരണം ഉള്ളതുകൊണ്ട് ഇപ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രശ്നമല്ല, ഈ 4 സ്ത്രീകൾ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നിയമം. എന്നാൽ ഇലക്ഷന് പലപ്പോഴും സ്ത്രീകൾക്ക് വോട്ട് കുറവായി കഴിഞ്ഞാൽ വോട്ട് കൂടുതൽ കിട്ടിയ പുരുഷന്മാർ മാറിക്കൊടുത്ത് ആ സ്ഥാനത്തേക്കാണ് സ്ത്രീകൾ കടന്നു വരുന്നത്. അപ്പോൾ ഇന്നലെ അങ്ങനെ മാറേണ്ട ചുമതല എനിക്കായിരുന്നു. ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം എനിക്കായിരുന്നു. എനിക്ക് പകരം അൻസിബ എന്ന് പറയുന്ന നമ്മുടെ കൂടെ സഹപ്രവർത്തകയായിട്ടുള്ള നമ്മുടെ സഹോദരിയായിട്ടുള്ള അൻസിബയാണ് വരുന്നത്. വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ അൻസിബ വരികയും ഞാൻ മാറിക്കൊടുക്കുകയും ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് സത്യത്തിലൊരു മാതൃകാപരമായ കാര്യമാണ്. അത് ഇലക്ഷന് ശേഷം നമുക്ക് വേദിയിൽ വെച്ച് ഓരോരുത്തരുടെയും വോട്ട് പറഞ്ഞ് നമ്മുടെ സംഘടന ചെയ്യുന്ന വളരെ മാതൃകാപരമായ ഒരു സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ മാതൃകാപരമായ ഒരു കാര്യമായി കാണാവുന്നതായിരുന്നിട്ട് പോലും പത്രക്കുറിപ്പിലൂടെ നമ്മൾ കൃത്യമായി പുറത്തേക്ക് ഈ കാര്യങ്ങൾ അറിയിക്കാതിരുന്നതുകൊണ്ട് വോട്ട് കൂടുതൽ കിട്ടുകയും മാറിക്കൊടുക്കാൻ സന്നദ്ധനാവുകയും ഒക്കെ ചെയ്തെങ്കിലും ഞാൻ പരാജയപ്പെട്ടു എന്നുള്ള രീതിയിലാണ് പിന്നീട് വാർത്തകൾ പുറത്തു വന്നത്. അപ്പോൾ ഞാൻ അമ്മയുടെ ഭാരവാഹികളോട് ആവശ്യപ്പെട്ടു, അങ്ങനെ ഒരു വാർത്ത പരക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാമായിരുന്നു. കാരണം അതിന്റെ ആവശ്യമില്ല. കാരണം സമൂഹം ഒരു ആവശ്യത്തിൽ കൂടുതൽ പ്രാധാന്യം തോന്നുമല്ലോ. ആകെ 500 പേരുള്ള ഒരു 300-ൽ താഴെ ആക്റ്റീവ് മെമ്പേഴ്സ് ഉള്ള ഒരു സംഘടനയാണ് അമ്മയെന്ന് പറയുന്നത്. അതിന്റെ ഒരു ഇലക്ഷൻ ഇത്രയും വാർത്താ പ്രാധാന്യം നേടുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു വാർത്ത പരാജയപ്പെട്ടു എന്നുള്ള രീതിയിലൊരു വാർത്ത പ്രചരിക്കാതിരിക്കാൻ നമ്മുടെ ഭാരവാഹികൾക്ക് ശ്രമിക്കാമായിരുന്നു എന്നും കൂടെ പറഞ്ഞിട്ടാണ് കത്ത് കൊടുത്തത്. അതിലൊരു പരിഭവങ്ങളില്ല, പരാതികളില്ല. ഞാൻ ഈ ആഞ്ഞടിച്ചു, എന്റെ അതൃപ്തി രേഖപ്പെടുത്തി എന്നൊക്കെ പറയുന്ന പല ഹെഡിങ്ങുകളും കണ്ടു. അതൃപ്തിയൊന്നുമില്ല, കാര്യം അറിയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ലാലേട്ടൻ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം വിളിച്ച് ഈ പറഞ്ഞ പോലെ അടുത്ത ജനറൽ ബോഡിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ 4 സീറ്റ് സംവരണത്തിന്റെ കാര്യം തീർച്ചയായും പരിഗണിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്.